എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ ലത്തീഫ് വടക്കാങ്ങര. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വള്ളുവനാടിൻ്റെ ആസ്ഥാനമായിരുന്ന മലപ്പുറം ജില്ലയുടെ അഭിമാനമായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് ഈ വീഡിയോയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം.
ഞങ്ങളിപ്പോൾ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുന്നത് 1921 അതായത് 99 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. നിലമ്പൂർ കാടുകളിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക്, അതായത് ഇംഗ്ലണ്ടിലേക്ക് തേക്ക് തടികൾ മുറിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ ലൈൻ അവർ നിർമ്മിച്ചത്. ആ തേക്ക് തടികൾ ഉപയോഗിച്ച് അവർ അവരുടെ നാട്ടിൽ കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് തേക്ക് തടികൾ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നത്. നമ്മുടെ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരവും മലപ്പുറത്ത് നിന്നും 17 കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ റെയിൽവേ സ്റ്റേഷൻ സദേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തുള്ള 2 സ്റ്റേഷനുകളാണ്, ഒന്ന് പട്ടിക്കാട് സ്റ്റേഷനും മറ്റൊന്ന് ചെറുകര സ്റ്റേഷനും. ഈ നിലമ്പൂർ ഷൊർണൂർ ലൈനിൽ ആകെ 11 സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ ഏകദേശം മധ്യത്തിലായിട്ടുള്ള സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം സ്റ്റേഷൻ. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് 1853 ഏപ്രിൽ 16 മഹാരാഷ്ട്രയിലെ ബോംബെയിൽ നിന്നും താനെയിലേക്കാണ് ആദ്യ സർവീസ് നടത്തിയത്. ആ തീവണ്ടിക്ക് 14 കോച്ചസ് ആണ് ഉണ്ടായിരുന്നത്. 400 യാത്രക്കാരും ആ തീവണ്ടിയിൽ ഉണ്ടായിരുന്നു. 1853 ഏപ്രിൽ 16. അതിനുശേഷം 1861 മാർച്ച് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത്. അത് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ് ഓടിയത് 1861 മാർച്ചിൽ. നമ്മുടെ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ 3 ലൈനാണുള്ളത്. 2 പാസഞ്ചറുകളാണ് ഓടുന്നത്. ഒന്ന് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറും മറ്റൊന്ന് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറും. ഈ 2 വണ്ടികളും ഇവിടെ വെച്ചിട്ടാണ് ചില സമയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാറുള്ളത്. വേറെ ഒരു ലൈന് കൂടിയുണ്ട്. അത് ഗുഡ്സ് വാഗണുകൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഗുഡ്സ് വാഗണുകൾ ഹാൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാണ് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റേഷൻ ഷോപ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലോറിയിൽ കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ഏതായാലും 99 വർഷക്കാലം പഴക്കമുള്ള സ്റ്റേഷന് പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഈ റെയിൽവേ സ്റ്റേഷൻ വളർന്നിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം. ഞങ്ങളിങ്ങനെ ഈ റെയിൽമേ കൂടി ഇങ്ങനെ നടന്നു നോക്കുകയാണ്. റെയിൽപാളത്തിൻ്റെ ഇരുവശത്തും മരങ്ങളാണ്. ഈ സ്റ്റേഷനിൽ മാത്രമേ 3 വരിയുള്ളൂ കേട്ടോ. മറ്റുള്ളിടത്തൊക്കെ ഒറ്റ വരിയാണ്. സ്റ്റേഷനിൽ വെച്ചിട്ടാണ് 2 വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കലെന്നുള്ളൂ. സിംഗിൾ ലൈനാണ്. സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ 3 വരി പാതയായിട്ട് മാറുകയാണ്.
അവിടുന്ന് എന്ത് ചെയ്യും, ഒരു വണ്ടി പോയതിനു ശേഷം മറ്റേ വണ്ടി പോവുള്ളൂ. ഉണ്ടാവും റെയിൽപാളത്തിൻ്റെ ഇരുവശത്തും നിറയെ മരങ്ങളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മനോഹരമായ ഒരു നെൽപ്പാടാണ് കേട്ടോ. ഈ മരത്തിൻ്റെ അടിയിൽ കൂടി കുറച്ചേ കിട്ടുള്ള വിശാലമായ ഒരു നെൽപ്പാട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ FCI ഗോഡൗൺ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അങ്ങാടിപ്പുറത്തുള്ള ഗോഡൗൺ ആണ് ഈ കാണുന്നത്. കാണുന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഒരു ആൽമരമാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആൽമരം. ഈ ആൽമരം കണ്ടാൽ നമുക്കറിയാം അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഈ ആൽമരം നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ്. മനോഹരമായ ഒരു ആൽമരം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഖാദർ മാഷക്കൊപ്പം ലത്തീഫ് KK വടക്കാങ്ങര. ബൈ. ഓക്കെ.